ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പാല് കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല, ഇപ്പം തന്നെ ഓണാക്കണ്ട. ഇനി ഇതിലേക്കൊരു 250 ml കപ്പിൻ്റെ അളവിൽ 2.25 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ മതി എന്നുള്ളവർക്ക് അതിലും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 200 ഗ്രാം അളവിലുണ്ട്, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ മീഡിയം മധുരമാണ് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടും കിട്ടുന്നത്. ഇനി ഇതിൽ കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാനിതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1/4 സ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ 2-3 ഏലക്ക ചതച്ച് ഇട്ട് കൊടുത്താലും മതി. കുറച്ചുകൂടി മധുരം കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലുള്ള ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/4 സ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പലഹാരത്തിന് നെയ്യുടെ മണം മുന്തി നിന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിനു വേണ്ടിയാണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺഫ്ലവർ പൊടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുറുകി കിട്ടുകയും ചെയ്യും. ഇതുപോലെ നന്നായിട്ട് കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും 1 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, എങ്കിലേ പരുവം കറക്റ്റ് ആവുള്ളൂ. ഇതിൻ്റെ ഹീറ്റ് കുറയുന്നവരേക്കും ഇത് വീണ്ടും കുറുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ തന്നെ ആ ഒരു വാനില എസൻസിൻ്റെയും നെയ്യിൻ്റെയൊക്കെ മണം മുന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ വേണ്ടി തോന്നും. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സെറ്റാക്കി എടുക്കാനായിട്ട് ഞാനിതുപോലൊരു ട്രേയിലേക്കാണ് നെയ്യൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്പാച്ച് വെച്ച് കറക്റ്റ് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ട്രേയിൽ തന്നെ ഒഴിച്ച് സെറ്റാക്കണമെന്നൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏത് പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കറി ബൗളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രേയിലോ എന്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കടിച്ച് കഴിക്കാനാണെങ്കിലും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് കളർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ജംസ് മിഠായി ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടോട് കൂടിയാണെങ്കിൽ നമുക്കിത് സ്പൂൺ കൊണ്ട് കോരി തിന്നുന്ന പരുവമാണ്. അതല്ല ചൂടാറിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മക്കൾക്കോ ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല കൗതുകമായിരിക്കും. അതുപോലെ അവർക്ക് കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതാ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.